ഇതാണ് മൈൻഡ് മാസ്റ്ററി എന്ന് പറഞ്ഞ സാധനം. നമ്മുടെ ഉപബോധ മനസ്സിൽ കാലങ്ങളായി പിടിച്ചു കിടന്നിരുന്ന നെഗറ്റീവ് ചിന്തകളെല്ലാം അവിടെ നിന്ന് എടുത്തു കളയുകയും ഒപ്പം പോസിറ്റീവ് ചിന്തകളെ ഉള്ളിൽ നിറയ്ക്കുകയും ചെയ്യുവാനുള്ള ഒരു സയൻസ് ആണ് മൈൻഡ് മാസ്റ്റർ. സയൻസ്, ചുമ്മാ പറയുന്നല്ല. അപ്പൊ എന്തൊക്കെയാ നടക്കുന്നത്? നെഗറ്റീവ് ചിന്തകളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അതിനെ എടുത്തു കളയണം. അതോ എടുത്തു കളഞ്ഞാൽ പോരാ, അവിടെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ പ്ലാന്റ് ചെയ്യണം. കാണിക്കാൻ പ്ലാന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെയായിരിക്കും നോക്കാം. ഇപ്പം നിലവില് നിങ്ങളുടെ എൻ്റേതും ഒക്കെ എങ്ങനെയുണ്ട്? നിറച്ചും മുൾച്ചെടികളാണ്. നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിക്കഴിഞ്ഞാൽ ഈ മുള്ള് അടുത്ത് നിൽക്കുന്നവരുടെ ദേഹത്ത് മുഴുവൻ കൊണ്ടുകയറും. എങ്ങനെയാ കൊണ്ടുകയറുന്നത് അറിയാമോ? അതിൻ്റെ പേരാണ് ദേഷ്യം, അതിൻ്റെ പേരാണ് സങ്കടം, അതിൻ്റെ പേരാണ് അസൂയ. ഇങ്ങനെ വെറുപ്പ്. പിന്നെ നമുക്ക് പല സംഗതികളുണ്ടല്ലോ, കുറ്റം പറച്ചില്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൻ്റെ ലിസ്റ്റുണ്ട്, 35 എണ്ണം ഉണ്ട്. അതിപ്പം ഞാൻ പറയുന്നില്ല, വേണമെങ്കിൽ കാണിച്ചു തരാം. ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പൊ ഇതാണ് മുൾച്ചെടികൾ നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഇനി ഇതിനെയെല്ലാം പറിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ ചെടികളെല്ലാം നട്ട് പൂവും കായും ആയി കഴിയുമ്പോൾ ഏകദേശം ഇങ്ങനെ ആയിരിക്കും. ഇതാണ് നമ്മുടെ ലക്ഷ്യം. പുതിയ ചെടികളെ നടുക, പൂക്കളുണ്ടാകുക, പഴവർഗ്ഗങ്ങൾ ഉണ്ടാകുക. അതൊക്കെ നമ്മൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും ലോകത്തിനും വേണ്ടിയിട്ട് കൊടുക്കുക. നമുക്കും കിട്ടും. കിളിയൊക്കെ തിന്നെയാണെങ്കിൽ തിന്നുന്നതിൻ്റെ ബാക്കി നമുക്ക് കിട്ടും. ഇനി സോ കോൾഡ് കള്ളന്മാരെ, കാരണം ഇതിനകത്ത് കള്ളന്മാരെന്നുള്ള വാക്കൊന്നും ഇല്ല കേട്ടോ. അവർക്ക് ആവശ്യമുണ്ട്, അവരൊന്ന് പറിച്ചെടുത്തുകൊണ്ട് പോയി, അത്രയേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ ഭൂമി നിൻ്റേതല്ല, എൻ്റേതുമല്ല, ആരുടെയല്ല, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. നീ അവിടെ കൊണ്ടുപോയി ഒരു ഓറഞ്ചിന്റെ വിത്ത് ഇട്ടെന്നല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. അതിനെ വളർത്തിയത് നീയൊന്നുമല്ല, സംബഡി എൽസ്. അപ്പോൾ ഇതിന്റെ റിസൾട്ട് എല്ലാം കിട്ടുന്നത്, നീ അത് വർക്ക് ചെയ്തിട്ടുണ്ട്, സമ്മതിച്ചു. പക്ഷെ ആ വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്തതിന്റെ സുഖം നിനക്ക് കിട്ടിയിട്ടുണ്ട്. വർക്ക് ചെയ്യുമ്പോഴാണ് സുഖം കിട്ടുന്നല്ലേ. ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ബോറടിക്കില്ലേ നിങ്ങളെ? അതിനാണല്ലോ നമ്മൾ ആൾക്കാരെ പിടിച്ച് ജയിലിടുന്നു. ചുമ്മാ ഇരുന്നോളാൻ പറയും, തിന്നിരുന്നാൽ മതി. സെല്ലുലാർ ജയിലാണെങ്കിൽ ഭക്ഷണം അതിൻ്റെ ഒരു പൊത്തിക്കൂടെ അങ്ങോട്ട് ഇറക്കിത്തരും. ഒന്നും ചെയ്യേണ്ട, വെറുതെ ഇരുന്നാൽ മതി. പക്ഷേ അവിടെ ഇരിക്കാൻ ആർക്കും പറ്റുന്നില്ല. അപ്പോൾ ജോലി ചെയ്യാന്ന് പറയുന്നതാണ് ശരിക്കും സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ റിസൾട്ട് കിട്ടിയെങ്കിലായി, കിട്ടിയില്ലെങ്കിലായി.